തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുന്നതെന്ന റിമാൻഡ് റിപ്പോർട്ട്. ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു. ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണിന്. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, എന്താണ് ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? അതായത് തന്ത്രി അല്പസമയത്തിനകമായിരിക്കും ഈ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുന്നത്. പക്ഷെ അപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം അത് റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ്. അതായത് അതാണ് ഇപ്പോൾ മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുകയും ചെയ്യുന്നത്. ഒന്ന്, തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കണ്ടെത്തൽ. അതുകൊണ്ട് റിമാൻഡ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ആചാര ലംഘനത്തിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും തന്ത്രി സ്വീകരിച്ചില്ല. അതും വലിയ ഗുരുതരമായ ഒരു കാര്യമായി തന്നെ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു എന്നുള്ളതാണ്. അതായത് കേസിൽ കൃത്യമായി കണക്ട് ചെയ്യേണ്ട തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിക്കുന്ന കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയാണ്. അതായത് തന്ത്രിയുടെ ദൗത്യം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിനെ മുഴുവൻ സംരക്ഷകനാണ്. താന്ത്രിക വിദ്യകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അവിടെ ആചാരലംഘനം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട തന്ത്രി തന്നെ അതിന് കൂട്ടുനിന്നു. താന്ത്രിക വിധികൾ പാലിച്ചില്ല എന്നുള്ളതാണ് ഗുരുതരമായ മറ്റൊരു കണ്ടെത്തൽ. മറ്റൊരു കാര്യമായി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അവിടെ ദേവസ്വം ബോർഡിൽ ഈ പോറ്റിക്ക് പാളികൾ കൈമാറിയ സമയത്ത് തന്ത്രി തടഞ്ഞില്ല. മാത്രവുമല്ല ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല, അനുവാദം വാങ്ങാതെയാണ്. അതായത് താന്ത്രികപരമായി ഒരു തന്ത്രി എന്താണോ തന്റെ ദൗത്യത്തിൽ ചെയ്യേണ്ടത് അതെല്ലാം പൂർണ്ണമായി തെറ്റിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ തന്ത്രി കണ്ഠരര് രാജീവര് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. പാളികൾ ഉൾപ്പെടെ കൊണ്ടുപോകുമ്പോൾ അതായത് കുറ്റകരമായ ഒരു മൗനം അവിടെ നൽകുകയും ചെയ്തു. ആ മൗനാനുവാദത്തോടു കൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ട് പോയതെന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ ഒരു അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു കാരണവശാലും എന്തായാലും വിജിലൻസ് കോടതി ജഡ്ജിയുടെ മുന്നിൽ നിന്നും ജാമ്യം ലഭിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. റിമാൻഡിലേക്ക് തന്നെ സ്വാഭാവികമായി പോകും. അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് കാര്യം. കൃത്യമായി അത് കണക്ട് ചെയ്യുന്നു. ഈ കേസിൽ എങ്ങനെയൊക്കെയാണ് ആ പങ്ക് ഈ കട്ടിളപ്പാളി കൊണ്ടുപോകുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിജോ, ഒരു കാര്യം കൂടി, ഈ പത്മകുമാറിന്റെ മൊഴിയാണ് തന്ത്രിക്ക് കുരുക്കായി നിന്നിരുന്നത്. അതായത് പോറ്റിയും തന്ത്രിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി. ഈ മൊഴിയെ കൂടി സാധൂകരിക്കുന്ന കണ്ടെത്തലുകളല്ലേ ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്? അതിനെ അങ്ങനെ ചേർത്ത് വായിച്ചുകൂടെ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാര്യം ഈ തന്ത്രിയെ ഇത്ര പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ പത്മകുമാറിന്റെ മൊഴി തന്നെയാണ് ഇതിൽ ഏറ്റവും കുരുക്കായ എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. പത്മകുമാറിന്റെ ആ മൊഴിയുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ മറുപടികൾ നൽകാനായിട്ട് ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആ കഴിയാതെ വന്നതോടുകൂടെയാണ് കൃത്യമായി എവിടെയൊക്കെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിക്കൊണ്ടാണ് ഓരോ ഘട്ടത്തിലും ആ ചോദ്യം ചെയ്യലുകളെല്ലാം നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കൃത്യമായി കണക്ട് ചെയ്യുകയും അതിന് പിന്നാലെയാണ് വരുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ കേസിന്റെ 13ാം പ്രതിയായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കാനായി എത്തിക്കുന്നത്. ആ ഹാജരാക്കുന്ന സമയത്ത് ആ റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഏറ്റവും നിർണായകമാണ്. അത് കൃത്യമായി സ്ട്രോങ് ആണ്, അത് സോളിഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഇവിടെ തന്ത്രി കണ്ഠരര് രാജീവന് കുരുക്കായി വരാൻ പോകുന്നതും അത് തന്നെയായിരിക്കും. ഓരോ ഘട്ടത്തിലും സംഭവിച്ച വീഴ്ചകൾ അക്കമിട്ട് നിരത്തുകയാണ്. അതായത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന് ഒരു തന്ത്രിയുടെ ദൗത്യം എന്ന് പറയുന്നത് അവിടെ കൃത്യമായി കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു വീഴ്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വിജിലൻസ് കോടതിയിലേക്ക് തന്ത്രി ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തന്ത്രി കണ്ഠരര് രാജീവരെ ഈ കോടതിയിലേക്ക് ഇപ്പോൾ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ലിജോ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളൊന്നുമില്ലല്ലോ. കാരണം കൃത്യമായി ചില കാര്യങ്ങൾ അന്വേഷണ സംഘം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത് കൃത്യമായി കേസുമായി തന്ത്രിയെ കണക്ട് ചെയ്യുന്നുമുണ്ട്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? അതായത് ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ കണ്ടെത്തലുകൾ തന്ത്രിക്കെതിരെയുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോഴും അതിൽ ചില വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നതും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് തന്ത്രിക്കെതിരെ കൃത്യമായ കണ്ടെത്തലുകൾ, ഗുരുതരമായ കണ്ടെത്തൽ, അതായത് ആചാര ലംഘനം ഉൾപ്പെടെ അവിടെ നടന്നിട്ടുണ്ട്. അതിന് പോറ്റിക്കൊപ്പം കൂട്ടുനിന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഇന്നിപ്പം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ. റിമാൻഡ് ചെയ്യാൻ തന്നെയല്ലേ സാധ്യത?
തീർച്ചയായും കാര്യം ഈ റിമാൻഡ് റിപ്പോർട്ട് ഒരു തന്ത്രിയുടെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് താന്ത്രിക വിദ്യകൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. അത് ആചാരം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് തന്ത്രിയുടെ ദൗത്യം. പക്ഷേ അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയൊരു ലാപ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. അതായത് പ്രാഥമിക ഘട്ടത്തിൽ താൻ ചെയ്യേണ്ട ദൗത്യം ചെയ്യാതെ വന്നു, കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് യാതൊരു തരത്തിലുള്ള താന്ത്രിക വിധികളും പാലിക്കാതെയാണ്. അപ്പോൾ ഈ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഓരോ അതിനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് താന്ത്രികപരമായി അത് പരിശോധിച്ച് അക്കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ചെയ്യാവൂ. പക്ഷേ ശബരിമല പോലെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് പോലും അത്തരത്തിൽ അതിന്റെ പൂർണ്ണ ചുമതലയുള്ള ഒരു തന്ത്രി ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗൗരവകരമാണ് ആ കാര്യം എന്നുള്ളതാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കുറ്റകൃത്യം അവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഈ ദേവന്റെ അനുവാദം അത് അനുജ്ഞ വാങ്ങാതെയാണ് അവിടെ പാളികൾ കൊണ്ടുപോയത്. അതായത് പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അത് തടഞ്ഞിരുന്നില്ല. ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന പറഞ്ഞാൽ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്ന ഓരോ ക്രൈമിന്റെ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ തന്ത്രി കണ്ഠരര് രാജീവൻ എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ റിമാൻഡ് ചെയ്യുക തന്നെയായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക.